ഏറെ ബഹുമാനപ്പെട്ട ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഇന്ന് പുറത്തു വന്നിട്ടുള്ള എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുള്ള ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മാധ്യമപ്രവർത്തകരെ കാണുന്നു. എല്ലാവരും വിളിച്ചിരുന്നു. ഈ വിഷയത്തിൽ ഗുരുതരമായ ഒരു കാര്യം, പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ പിണറായി വിജയനെ സംരക്ഷിക്കുവാനായി CPM പറഞ്ഞുകൊണ്ടിരുന്ന മുഴുവൻ നുണക്കഥകളും ഇവിടെ പൊളിഞ്ഞു വീണിരിക്കുകയാണ്. ഒരു സേവനവും നൽകിയിട്ടല്ല, മറിച്ച് അദ്ദേഹത്തിന് വേണ്ടി, പിണറായി വിജയന് വേണ്ടിയാണ് പണം കൊടുത്തത് എന്ന് പണം കൊടുത്ത ആൾ തന്നെ മൊഴി നൽകിയിട്ടുള്ളൂ. ഈ അന്വേഷണത്തിൻ്റെ കാലഘട്ടത്തിലെല്ലാം രണ്ട് കമ്പനികൾ തമ്മിൽ ഒരു സേവനം നൽകിയിട്ടാണ് ഈ പണം കൈപ്പറ്റിയെന്നായിരുന്നു CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയും CPMൻ്റെ ദേശീയ സെക്രട്ടറി ഉൾപ്പെടെ പിണറായി വിജയനെ പ്രതിരോധിക്കുവാനായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിന് പിണറായി വിജയൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയപ്പോൾ അതിനെതിരെ ജനകീയമായി ഗുണ്ടകളെ ഇറക്കി, ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ഗുണ്ടകളെ ഇറക്കി ED ആക്രമിക്കുന്ന സാഹചര്യം വരെ കേരളം കണ്ടു. CPM ആണ് അതിനെ പ്രതിരോധിച്ചത്. SFI ഉൾപ്പെടെയുള്ള കുട്ടികൾ കഴിഞ്ഞ കുറേ ദിവസമായി അഴിമതിക്കെതിരെ എന്ന പേരിൽ കേരളത്തിലെ ക്യാമ്പസുകളെ സ്തംഭിപ്പിക്കുകയാണ്. അഴിമതിക്കെതിരെയാണ് SFI സമരം ചെയ്യുന്നതെങ്കിൽ അവരാദ്യം സമരം ചെയ്യേണ്ടത് കേരളത്തിലെ ക്യാമ്പസുകളിലല്ല, അവർ സമരം ചെയ്യേണ്ടത് പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണ്. SFI മാർച്ച് നടത്തേണ്ടത്, അഴിമതിക്കെതിരെയാണ് SFIയുടെ സമരമെങ്കിൽ ആ സമരം നടത്തേണ്ടത് പിണറായി വിജയൻ്റെ വീട്ടിലേക്കാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം നേരത്തെ മുതൽ ഞങ്ങൾ പറയുന്നൊരു കാര്യം, ഇതിൽ വീണ എന്ന ഫാക്ടർ ഇന്നും കൊണ്ട് അവസാനിക്കുകയാണ്. പിണറായിയാണ് പ്രതി എന്ന് മുൻപും ഞങ്ങൾ പറഞ്ഞിരുന്നു. അന്നവരതിനെ പ്രതിരോധിച്ചത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടെന്ന നിലയിലാണ്. ഇന്ന് വളരെ വ്യക്തമായി പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന ഒരു രേഖ പുറത്തു വന്നിരിക്കുന്നു. പിണറായി വിജയനാണ് പ്രതി എന്ന് ഇനിയെങ്കിലും അംഗീകരിക്കാൻ CPIM തയ്യാറാകണം. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ മാറ്റാനുള്ള ധാർമ്മികത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ ഘടകകക്ഷികളും ഒരുമിച്ച് ഇനിയും പിണറായി വിജയനെ, ക്യാബിനറ്റ് പദവിയാണ് പ്രതിപക്ഷ നേതാവ് സ്ഥാനം, അത് MLA സ്ഥാനം പോലെയല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപടിയെടുക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. അതോടൊപ്പം ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ ഇനിയും MLA സ്ഥാനത്ത് തുടരാതെ ധാർമ്മികതയുണ്ടെങ്കിൽ, പണ്ട് പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞൊരു പറച്ചിലുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ, പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനവും MLA സ്ഥാനവും രാജിവെക്കാൻ പിണറായി വിജയൻ തയ്യാറാകണം. അദ്ദേഹം തന്നെ പറഞ്ഞ വാചകമാണ്, ഉളുപ്പുണ്ട് എങ്കിൽ. ഇനിയും അദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ പിടിച്ചു നിൽക്കാനാകില്ല. അദ്ദേഹം പ്രതിയാണെന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. പിണറായി വിജയന് ഉളുപ്പുണ്ടോ എങ്കിൽ അദ്ദേഹം MLA സ്ഥാനവും രാജിവെക്കാൻ തയ്യാറാകണം. രാഷ്ട്രീയ ധാർമ്മികത ഒന്നുണ്ട് എന്ന് CPMും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇപ്പോഴും കരുതുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMും തയ്യാറാകണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു.